FTM ക്രിയേഷൻ ചെയ്തിട്ടുള്ള ഭൂരിഭാഗം വീഡിയോയുടെയും കമൻറ്റ് ബോക്സ് ഒന്ന് തുറന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോൾ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരുമോ എന്നുള്ള ഒരു കമൻറ്റെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം എന്തെന്നാൽ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഇതുപോലെ കോൾ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ ലഭിക്കുമെങ്കിലും അതൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആദ്യ 1-2 മണിക്കൂർ ഇത് വർക്ക് ചെയ്യുമെങ്കിലും പിന്നീട് നമ്മുടെ സ്ക്രീൻ ഓഫായി അല്പസമയം കഴിഞ്ഞ് ആരെങ്കിലും കോൾ ചെയ്യുകയാണെങ്കിൽ കോൾ മാത്രം അറ്റൻഡ് ആകും, കോള് റെക്കോർഡാകുന്നതല്ല. വീണ്ടും മാനുവലായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത പോലെ തന്നെ വീണ്ടും സെറ്റിങ്സിലൊക്കെ പോയിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ 1-2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ക്ലിയറായിട്ട് വർക്ക് ചെയ്യും, പിന്നെ വർക്ക് ചെയ്യില്ല. അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോൾ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ അല്ല, മറിച്ച് ഡയലർ ആപ്ലിക്കേഷനാണ്. കാരണം എന്തെന്നാൽ ഇത്തരം കോൾ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പം നമ്മുടെ സ്ക്രീൻ ഓഫായിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോൺ തന്നെ ഇത്തരം ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒട്ടുമിക്ക ആപ്ലിക്കേഷനും ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ എന്തൊക്കെ സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാലും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൾ ഡയലർ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷനകത്ത് നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്ന ഡയലർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോണിൽ കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. കാരണം ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ മൊബൈൽ ഫോണാണെങ്കിൽ ഭൂരിഭാഗം ഫോണുകളിലും കോൾ റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ആദ്യം നമ്മുടെ ഫോണിൽ കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം ആപ്ലിക്കേഷൻ ഏതാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിലെ ഡയലർ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ മുകളിൽ വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം കോൾ റെക്കോർഡിങ് എൻ്റെ ഫോണിൽ അവൈലബിൾ ആണ്. കാരണം ഇത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ മൊബൈൽ ഫോണാണ്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഓട്ടോമാറ്റിക്കലി കോൾ റെക്കോർഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് അതായത് അനൗൺസ്മെൻ്റ് ഉണ്ടല്ലോ, കോൾ ചെയ്യുമ്പോൾ പറയുന്ന അനൗൺസ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യേണ്ട ഓപ്ഷനും ഇതിന് തൊട്ട് താഴെയുണ്ട്. ഇത് ഗൂഗിൾ ഡയലറാണ്. ഇനി നിങ്ങളുടെ കമ്പനി ഡയലർ ആപ്ലിക്കേഷനും ഇതുപോലെ തന്നെ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സിനകത്ത് കോൾ റെക്കോർഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ സെർച്ച് ബാറിൽ കോൾ റെക്കോ എന്ന് മാത്രമേ സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചില ഫോണിൽ റെക്കോർഡിംഗ് എന്നായിരിക്കും, ചില ഫോണിൽ റെക്കോർഡർ എന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കോൾ RECO എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ ഫോണിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. കാരണം ഡയലർ ആപ്ലിക്കേഷനകത്ത് കോൾ റെക്കോർഡിംഗ് വരുന്നതുകൊണ്ട്. ചില ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കിട്ടും കോൾ റെക്കോർഡിങ്ങിൻ്റെ. അത് ഡിസേബിൾ എന്ന് കാണിക്കും. അത് എനേബിൾ ആക്കിയാലും നിങ്ങൾക്ക് കോൾ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ കിട്ടും. ഇനി ഇങ്ങനെയൊന്നും നിങ്ങളുടെ ഫോണിൽ കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിലേക്ക് പോവാം. ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ഫോൺ ഡയലർ ആൻഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോൺ ഡയലർ ആൻഡ് കോൺടാക്ട്സ് എന്ന് പറയുന്ന ഒരു സജഷൻ ലഭിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതാ ഈ രണ്ടാമതുള്ള ആപ്ലിക്കേഷൻ ഫോൺ ഡയലർ ആൻഡ് കോൺടാക്ട്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കാണാം. ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇതാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നില്ലെങ്കിൽ നേരെ FTM ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പോകുക. യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ പ്ലേ സ്റ്റോർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലേക്ക് വന്നിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ 3-4 പേജ് നെക്സ്റ്റ് കൊടുക്കേണ്ടതുണ്ടാവും. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഇതൊന്ന് ഉപയോഗിക്കാൻ കൺഫ്യൂഷനാവും, പിന്നെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ 4 ഓപ്ഷനും നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ആക്സെപ്റ്റ് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ ചോദിക്കും. അലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലുമായിട്ട് കണക്ട് ചെയ്യണം. അതായത് നിങ്ങളുടെ കോൺടാക്റ്റ് ഉള്ള ഇമെയിൽ ഇതിൽ കണക്ട് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും. ആ സാധനം ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെ വന്നിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്റ്റ് ഒക്കെ ഇതിനകത്ത് ലഭിക്കും. പിന്നെ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. ഇവിടെ കണ്ടിന്യൂ വിത്ത് ആഡ്സ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ഓപ്ഷൻ കാണാം. പരസ്യങ്ങളുണ്ടാവും. പരസ്യങ്ങൾ വരണ്ടെങ്കിൽ നെറ്റ് ഓഫ് ആക്കിയിടാം ഈ ആപ്ലിക്കേഷന്. അതൊന്നും ഞാൻ വീഡിയോയിൽ പറയുന്നില്ല, വീഡിയോ നീണ്ടുപോകും. ഇനി ഇവിടെ ഏറ്റവും മുകളിൽ സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് നമുക്കിവിടെ നമ്മുടെ സാധാരണ ഡയലർ മാറ്റിയിട്ട് മുകളിലെ ഈ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുക്കാം. ഇനി രണ്ടാമതും ചോദിക്കും. അതും ഇതുപോലെ തന്നെ സാധാരണ ഡയലർ മാറ്റിയിട്ട് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് കൊടുക്കാം. എന്നിട്ട് സെറ്റ് ആസ് ഡിഫോൾട്ട് എന്ന് പറയുന്ന താഴത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി മൂന്നാമതും ഇതുപോലെ ഒരു ഓപ്ഷൻ ചോദിക്കും. അതും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് അകത്ത് പോകുന്ന ബട്ടണിൽ ഓൺ ചെയ്യാം, എന്നിട്ട് ആക്സെപ്റ്റ് കൊടുക്കാം. ചില ഫോണിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇനി താഴെയുള്ള ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് സ്ക്രീനിലേക്ക് വരും. ഇത് സാധാരണ ഡയലർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് പോലെയല്ല, ചെറിയ മാറ്റങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ചെറുതായിട്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ കോൾ റെക്കോർഡ് ചെയ്യുന്ന കുറച്ച് ഓപ്ഷൻ കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്കിവിടെ റെക്കോർഡിൻ്റെ ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ റെക്കോർഡിംഗ് ബട്ടൺ ഒന്ന് ഓൺ ചെയ്യാം. ഇവിടെ രണ്ടാമത് ഗെറ്റ് ഇറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. എന്നിട്ട് അലോ കൊടുക്കാം. അലോ കൊടുത്തിട്ട് ഇവിടെ കോൾ റെക്കോർഡിൻ്റെ 3 ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെ നിങ്ങൾക്ക് വേണം എല്ലാം ഓൺ ചെയ്യാം. അതായത് നമുക്ക് നമ്മുടെ കോൺടാക്റ്റിലുള്ളവരുടെ മാത്രം സേവ് ചെയ്യാനും, എല്ലാ കോളും സേവ് ചെയ്യാനും, പരിചയമില്ലാത്ത കോൾ സേവ് ചെയ്യാനും, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനാണ്. അതൊക്കെ നോക്കാം. അതൊക്കെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഫോണിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ലാസ്റ്റാണ് കോൺടാക്ട്സ് കേട്ടോ. നിങ്ങളുടെ സാധാരണ ഉള്ളിടത്തായിരിക്കില്ല കോൺടാക്റ്റ് ഉണ്ടാവുക. രണ്ടാമത്തുള്ള ഓപ്ഷനിലാണ് കോൺടാക്റ്റ് ഉള്ളത്. ഇനി ജസ്റ്റ് സാധാരണ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഫോൺ വരുന്ന സമയത്ത് റെക്കോർഡാകും. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കോള് ഇതിലേക്ക് വരുത്തിച്ചിട്ട് എങ്ങനെയാണ് റെക്കോർഡാകുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ കോൾ ചെയ്തിട്ടുണ്ട്, കോൾ വന്നിട്ടുണ്ട് എനിക്ക്. ഇനി ജസ്റ്റ് ഇത് സാധാരണ പോലെ തന്നെ റെക്കോർഡാകുന്നുണ്ട്. 1 മിനിറ്റ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഇനി ഇത് കട്ടായി കഴിഞ്ഞാൽ ഇവിടെ കോളാവും, നമ്മുടെ ഗാലറിയിലൊക്കെ സേവ് ആവും. കോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ പ്ലേ ചെയ്യാനും ഷെയർ ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത് ഒരുപാട് ഫീച്ചർ ഇതിനകത്തുള്ളത് കൊണ്ടാണ്. ഓക്കെ, കോൾ ഇവിടെ റെക്കോർഡാകുന്നുണ്ട്. നിങ്ങൾക്ക് വരുന്ന എല്ലാ കോളും ഇതുപോലെ തന്നെ ഇനി മുതൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് റെക്കോർഡാകുന്നതാണ്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാധാരണ ഡയലർ ആപ്പ് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. അത് ഫ്രണ്ടിലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ തന്നെ ഡയലർ ഉണ്ടല്ലോ, ആ ഡയലർ ആപ്ലിക്കേഷൻ നമുക്ക് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡയലർ ആപ്പ്. ഇതെടുത്ത് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കോൾ ചെയ്യുന്നത് പോലെ തന്നെ അതിൽ നിന്ന് കോൾ ചെയ്യാം. പിന്നെ ചെറിയ മാറ്റമുണ്ട്. ഇവിടെ വലതുഭാഗത്താണ് കോൺടാക്ട്സ് ഉള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഒന്ന് ഇത് പഠിച്ചെടുക്കാൻ കുറച്ച് വിഷമമാണ്. നമുക്ക് ആരെ വേണമെങ്കിലും കോൾ ചെയ്യാം. അതുപോലെ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് പോകേണ്ട ഓപ്ഷൻ, ഒരുപാട് ഫീച്ചർ ഇതിനകത്തുണ്ട്, പറഞ്ഞാലൊന്നും തീരില്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യം കൺഫ്യൂഷൻ ആയിരിക്കും ഉപയോഗിക്കുമ്പോൾ. എങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, നല്ലൊരു ആപ്ലിക്കേഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.